ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ലിവർ ഫ്രൈ ആണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാനായി 400 ഗ്രാം ചിക്കൻ ലിവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 50 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒരു ശകലം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കടുക്, ഉപ്പ്, ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് തുടങ്ങിയാലോ. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുക, തേങ്ങാക്കൊത്ത്, പച്ചമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില, സവാള നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പേസ്റ്റോടെ ഉപ്പിട്ട് കൊടുക്കും. സവാള അധികം പാടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ലിവർ ഇതിലേക്ക് തന്നെ ഇട്ട് വേവിച്ചെടുക്കുവാണല്ലോ. നമുക്ക് മസാല ഇട്ടിട്ട് ലിവർ അങ്ങ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടുന്നുണ്ട്, പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ലിവർ അങ്ങ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറു തീയിലാക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെന്ത് വന്നോളൂ. ലിവറൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് നോക്കണം. ലിവർ ഏകദേശം വേവായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് വേവും. ലിവർ നല്ല സെറ്റായിട്ട് വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ പറ്റിപ്പോയി. ഈ വെളിച്ചെണ്ണയും 2 പച്ചമുളക് കീറിയിട്ടതും, കറിവേപ്പിലയും, ഇത് കുരുമുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത്. ലിവർ ഫ്രൈ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറുത്ത കളറായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ. ലിവർ ഫ്രൈ എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അടിപൊളി സാധനം, സൂപ്പർ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമുള്ള മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.